ദൈവതുല്യൻ ആര് എന്നുള്ള ചോദ്യത്തിന് പത്മകുമാറിന്റെ മറുപടി കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന് ചോദിച്ചപ്പോൾ ശവന്തീനികളെ കുറിച്ച് അല്ല പറയുന്നത് എന്നാണ് പത്മകുമാർ പറയുന്നത്. ശബരിമല വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ശബരിമല വിഷയം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മളെയൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പത്മകുമാറിന്റെ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാറിനെ വീണ്ടും പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുകയാണ്. പത്മകുമാർ ഈ റിമാൻഡ് കാലാവധി നീട്ടി പോകുന്ന സമയത്ത് മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും, ആരാണ് ദൈവതുല്യൻ, കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്നുള്ള ചോദ്യത്തിനാണ് ശവന്തീനികൾക്ക് മറുപടിയില്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. നേരത്തെ തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ പേരുകളൊക്കെ, കാരണം കടകംപള്ളി ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. കടകംപള്ളി തന്നെ പറയുന്നുണ്ട് 2019 താൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഈ കള്ളങ്ങളൊക്കെ നടന്നത് എന്നുള്ളത്. മാത്രമല്ല ഇപ്പൊ ഡി മണിയെയും ബാലമുരുകനെയും ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്തതിനു ശേഷം ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം CPM ലോക്കൽ കമ്മിറ്റി അംഗമായ തിരുവല്ലം CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ വിജയകുമാർ കോടതിയിൽ ജാമ്യാപേക്ഷ റദ്ദാക്കിക്കൊണ്ട് കോടതിയിൽ വന്ന് മുൻകൂർ ജാമ്യാപേക്ഷ വേണ്ട എന്ന് വെച്ചുകൊണ്ട് കോടതിയിൽ വന്ന് കീഴടങ്ങിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയിരുന്നു. എന്നിട്ട് പറഞ്ഞു പത്മകുമാറാണ് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത്, സഹാവ് പറഞ്ഞത് ഞാൻ എല്ലാം അനുസരിച്ചു, ഇന്ന പേപ്പറുകളിൽ ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ സഹാവ് പറയുന്നതല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ദേവസ്വം ബോർഡ് അംഗം മാത്രമാണ്, ഞാൻ ഒപ്പിട്ട് നൽകി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എല്ലാം പത്മകുമാറിന്റെ തലയിലാണ് ഇപ്പോൾ കെട്ടിവെച്ചിരിക്കുന്നത്. മാത്രമല്ല ഡി മണിയെ കുറിച്ച് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്ന വ്യവസായി പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. അതായത് ഈ ഒരുപാട് ഈ പുരാവസ്തു കമ്പമുള്ള ഒരു വ്യവസായി ഡി മണിയെ സമീപിക്കുന്നു. ഡി മണി അപ്പോൾ തനിക്ക് ഒരുപാട് പുരാവസ്തുക്കൾ തൻ്റെ കയ്യിലുണ്ട്, കുറച്ചുകൂടി അതിന് ബലം കൂട്ടാനും തനിക്ക് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കച്ചവടമുണ്ട് എന്ന് അറിയിക്കാനുമായി അദ്ദേഹം പറയുന്നു, ഞാൻ ശബരിമലയിലെ വിഗ്രഹങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം എൻ്റെ കയ്യിലുണ്ട്, അത് ചാക്കിൽ കെട്ടി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ വെച്ച് 2000 നോട്ടുകൾ അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കോവിഡ് സമയത്താണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകളൊക്കെ നടന്നത്. കാരണം കൊറോണ സമയത്ത് ശബരിമലയിൽ ആർക്കും പ്രവേശനമില്ലായിരുന്നു. ലോകം മുഴുവൻ അടച്ചിട്ട ഒരു സ്ഥിതിയായിരുന്നു. നമുക്കറിയാം കേരളത്തിലൊക്കെ ഇന്ത്യയിലൊക്കെ വലിയ രീതിയിലുള്ള കൊറോണ പടർന്നു പിടിച്ച ഒരു സമയം, എല്ലാവരും വീടിനകത്താണ്. ആ സമയത്ത് കുറെ ആക്രി സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഈ ആക്രി കൊണ്ടുപോയ ആൾക്ക് പോലും ഇതിൽ പങ്കുണ്ട് എന്നുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമായ വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. 2007 മുതൽ ശബരിമലയിൽ വലിയ രീതിയിലുള്ള കൊള്ളകൾ നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നതിന് ശേഷം പല രീതിയിലുള്ള തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. സ്പോൺസർമാരുടെ അടക്കം തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. ശബരിമലയിലെ വിഗ്രഹം തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഭക്തർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നീങ്ങുന്നു. ഇതിനെയൊക്കെ മറയ്ക്കാൻ വേണ്ടി ശബരിമലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ഒരു ചർച്ചയാകാതിരിക്കാൻ CPM ഒരുപാട് ശ്രമിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സർക്കാർ ശ്രമിച്ചു, ശബരിമല ചർച്ചാ വിഷയമല്ലാതാക്കാൻ. പക്ഷെ പിന്നീട് ശബരിമല അപ്പോഴെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ തിരിച്ചടിയായത്. പക്ഷെ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനും തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ കക്ഷി ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന് പറയാം. അപ്പോൾ ഹൈക്കോടതി വേണമെങ്കിൽ സർക്കാരിനോട് ചോദിക്കും. സർക്കാർ അപ്പോൾ അത് തള്ളിയാൽ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. എന്തുകൊണ്ട് ചെന്നിത്തല അത്തരം ഒരു നീക്കത്തിലേക്ക് നടക്കുന്നില്ല? ചെന്നിത്തലയ്ക്ക് ഇവിടെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ശബരിമല ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയ്ക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപക്ഷെ ശബരിമലയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാമായിരിക്കാം. അത് വെച്ച് പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, കാരണം ആലപ്പുഴക്കാരനായ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് ഇതിലുണ്ടെന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് പണമിടപാടുകളും ഇത്തരത്തിലുള്ള ഈ വിഗ്രഹ കൈമാറ്റത്തെ കുറിച്ചുള്ള ചർച്ചകളും നടന്നതെന്ന് പറയുന്നു. ഈ ഫോട്ടോകൾ കോൺഗ്രസ് നേതാക്കളുമായി നിൽക്കുന്ന ഫോട്ടോകളൊക്കെ പുറത്തു വരുന്നു. VD സതീശനൊക്കെ ഇതിലൊരു അക്ഷരം മിണ്ടുന്നില്ല. പ്രതിപക്ഷ നേതാവാണ് ഈ VD സതീശനും KC വേണുഗോപാലുമാണ് UDF അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുള്ള ആളുകൾ. കാരണം KC അടുത്ത കാലം മുതൽ കേരളവുമായി ബന്ധപ്പെട്ട ചില
സജീവ പ്രവർത്തകനാവുന്നു. VD സതീശൻ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഷോയൊക്കെ ഇറക്കിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നു. അപ്പോൾ ശബരിമലയെക്കുറിച്ച് പക്ഷെ ഇവരാരും മിണ്ടുന്നില്ല. ശബരിമല വിഷയത്തിൽ ഇവർക്ക് ആ കൂടെ പറയാനുള്ളത് SITയെ 2 IPS തലത്തിലുള്ള ഉദ്യോഗസ്ഥർ SITയെ പിന്നെ അവരുടെ കേസ് അന്വേഷണത്തിൽ ചില ഇടപെടലുകൾ നടത്തുന്നു. എന്നെ കൊണ്ട് അവരുടെ പേര് പറയിപ്പിക്കരുത്. സതീശൻ പേര് പറഞ്ഞാൽ ആരാണ്, സതീശൻ പേര് പറഞ്ഞാൽ എന്താണ് പ്രശ്നം, എന്തിനാണ് ആ പേര് പറയാൻ സതീശൻ മടിക്കുന്നത്? അപ്പോൾ കോൺഗ്രസിനും ഇതിൽ ചില കൈകടത്തലുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 2007 ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നുള്ളതും ചില ജീവനക്കാർ മിക്കവരും UDF ഉള്ളവരായിരുന്നു എന്നുള്ളതും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പത്മകുമാർ പറയുന്നത് പോലെ എല്ലാം അയ്യപ്പൻ പുറത്തു കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഈ ഒളിക്കാനും മറയ്ക്കാനുമുള്ള കാര്യങ്ങളെല്ലാം മറവിൽ തന്നെ ഇരിക്കുമോ എന്നൊക്കെയുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വലിയ ചർച്ചയാക്കി മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും കേരള സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ശബരിമലയിലെ ഒരു അയ്യപ്പൻ എന്ന് പറയുന്ന വിശ്വാസികളുടെ വികാരമായ ദൈവത്തിന് പോലും ഇവിടെ അത്തരത്തിൽ ഒരു സുരക്ഷിതത്വം ഇല്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ്? ശബരിമലയിലെ വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ട് പോയിട്ടോ അല്ലെങ്കിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയിട്ടോ ശബരിമലയിലെ മണികൾ കടത്തിയെന്ന് പറഞ്ഞിട്ടും ആർക്കും ഒരു കൂസലുമില്ല. ഇപ്പോൾ SITയിൽ ഇന്ന് 2 CIമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്ന് പറഞ്ഞ് കോടതി അതിന് അനുമതി കൊടുത്തു. കോടതി ചോദിക്കണം, ഇന്ന പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ, എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പൊ ഹരിശങ്കറിന്റെ അച്ഛനായതുകൊണ്ട് ശങ്കർദാസിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ശങ്കർദാസിനെ ചോദ്യം ചെയ്യലും ശങ്കർദാസിനെ വിളിപ്പിക്കുന്നതും ഒക്കെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ ഇതൊരു സാധാരണക്കാരനായിരുന്നു എങ്കിൽ SIT സംഘം ഇങ്ങനെ അയാളോട് പെരുമാറുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോ പത്മകുമാറിന്റെ കാര്യത്തിലായാലും N വാസുവിന്റെ കാര്യത്തിലായാലും വാസുവും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പത്മകുമാർ പറയുന്നു, ദൈവതുല്യനായ ഒരാൾ പറയുന്നത് കേട്ടത് മാത്രമാണ് ഞാൻ ചെയ്തത്. ആരാണ് ആ ദൈവതുല്യൻ? അത് പറയാൻ പത്മകുമാർ ഭയക്കുന്നത് എന്താണ്? അപ്പോൾ പറയുന്നവരെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു നിലപാട് ഉള്ള പാർട്ടി ഏതാണ് എന്നെല്ലാവർക്കും അറിയാം. TP ചന്ദ്രശേഖരൻ പാർട്ടിക്ക് മുകളിൽ വളരുന്നു എന്ന് കണ്ടപ്പോഴാണ് 51 വെട്ടുകെട്ടി TP ചന്ദ്രശേഖരനെ തീർത്തത് ആരാണെന്ന് അറിയാം. ഇതൊക്കെ ഈ CPMലെ പല നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, പാർട്ടിയിലെ ഉന്നതരായ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടിയാൽ പിന്നീട് ഉണ്ടാകുന്ന ഫലം എന്താണ്? ഇപ്പൊ TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളെ പിടിച്ചു കൊടുത്ത ആ DYSPയുടെ കാര്യം എന്താണ്? ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ജീവിതം ഇപ്പൊ ഏത് തരത്തിലാണ്? അദ്ദേഹം എന്തൊക്കെ നരകതുല്യമായ യാതനകൾ അനുഭവിക്കുന്നു എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടാൽ, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് അറിയാവുന്നത് പോലെ വെളിപ്പെടുത്തിയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം. ഇവിടെ കോൺഗ്രസ് CPM BJPയുടെ ഫോട്ടോകൾ വന്നിട്ടില്ല, വരുമായിരിക്കാം, ചിലപ്പോൾ വരില്ലായിരിക്കാം. എന്തായാലും BJP ഒരു അക്ഷരം ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ ആചാര ലംഘനം നടത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ തുള്ളിച്ചാടിയവർ, ഉറഞ്ഞു തുള്ളിയവരെ ഒന്നും ഇപ്പോൾ ഒന്നിനും കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമല വിഷയത്തിൽ 3 പാർട്ടികൾ, അതായത് CPMഉം UDF BJP മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ മൂവർക്കും ഇതിൽ കൂട്ടായ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ശബരിമലയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ 3 പേരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സത്യം അയ്യപ്പൻ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.